നമസ്കാരം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഈ സിനിമ എല്ലാവരും കണ്ടു കാണും. കാരണം ഇത് ഇറങ്ങിയിട്ട് ഒത്തിരി നാളായി. HD പ്രിൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഒത്തിരി നാൾ മുമ്പ് കണ്ടാണ്, എന്നാലും ഒരു അഭിപ്രായം പറയണമല്ലോ. അപ്പം അടുത്തിടയ്ക്ക് മലയാളത്തിൽ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നൊരു സിനിമയാണ്. പിന്നെ മലയാള ഇൻഡസ്ട്രിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം കൊള്ളാവുന്നൊരു സിനിമ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പോസിറ്റീവ് റിപ്പോർട്ട് വരും. കാരണം ഇവിടെ നല്ല പടങ്ങൾ വലുതായിട്ട് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ഇറങ്ങുന്ന കുറച്ച് നല്ലൊരു പടം ഭയങ്കര പോസിറ്റീവായിട്ടേ പറയത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനൊരു ഇതുകൊണ്ട് ഈ സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന കാണാമെന്ന് വിചാരിച്ച് കണ്ടു. അപ്പം ഒരു സൈക്കോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു നാട്ടിൻപുറത്ത് പെട്ടെന്ന് രാത്രി ഇറങ്ങി നടക്കുന്ന ആൾക്കാർക്ക് എല്ലാം കൊല ചെയ്യുവാണ്. അപ്പോൾ കൊല ചെയ്യുമ്പം ഇതിനെ അന്വേഷിക്കാൻ നമ്മുടെ നാട്ടിലൊരാളുണ്ട്. അത്യാവശ്യം സയൻസൊക്കെ ആയിട്ട് ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ ഇത് കൂടാതെ തന്നെ സിജു വിൽസനാണ് ഇതിനകത്ത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ സൈക്കോയെ കണ്ടുപിടിക്കാൻ വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്ന് അന്വേഷിക്കുന്നതാണ് ഇതിൻ്റെ കഥ, ഇതിൻ്റെ പ്ലോട്ട്. ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ട് വന്ന പടമാണ്, പക്ഷേ വൻ കോമഡി. ഇതിനകത്ത് ക്ലൈമാക്സിൽ ഈ സൈക്കോയെ റിവീൽ ചെയ്യുന്നൊരു സീനായപ്പോഴത്തേന് ഒരു വയ്യാത്തൊരു സൈക്കോയ്ക്ക് തന്നെ വയ്യ, അങ്ങനത്തെ ഒരു സൈക്കോയാണ്. ഒട്ടും പറ്റുന്നില്ല, ആ ഒരു നടനെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. ഇത്രയും വലിയൊരു സൈക്കോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ കൊല്ലുന്ന ഒരു ആളുടെ റോള് ചെയ്യാൻ അയാളെ കൊണ്ട് പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു ആളെ പിടിച്ച് ഈ സൈക്കോ റോള് ചെയ്തേക്കുക. പിന്നെ ഒരു നാട്ടിൻപുറം. ഇതിനകത്ത് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ സിനിമയെ പറ്റി ഒരു പ്രധാനമായിട്ട് എനിക്ക് പോസിറ്റീവ് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൻപുറം. ആ നാട്ടിൻപുറം നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആണ്. കാരണം ഒരു നോർമൽ നാട്ടിൻപുറത്ത് എന്തോ ഒരു വ്യത്യസ്തത ആ ലൊക്കേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നല്ല രസമുണ്ട്. അത് ഒരു നാട്ടിൻപുറം കാര്യങ്ങളും അവിടെ ഒരു ഇട്ടാവട്ടത്ത് കുറച്ച് ആൾക്കാർ അവരുടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അത് കൊള്ളായിരുന്നു. പക്ഷേ ഈ അന്വേഷണങ്ങൾ ഒരു പ്രോപ്പർ ഇല്ലാത്ത രീതിയിൽ പോയിട്ട് ക്ലൈമാക്സിൽ ഈ സൈക്കോയെ കാണിച്ചൊക്കെ ഒരു ഭയങ്കര ബോറായിപ്പോയി. അതാണ് എനിക്ക് ഈ പടത്തിനകത്ത് ഒരു നെഗറ്റീവ്. സത്യം പറഞ്ഞാൽ ഇതൊരു സൈക്കോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണ്. വെറും ആവറേജ് പടം, വെറും ആവറേജ്, ഒന്നും വലിയ സംഭവമായിട്ട് എടുത്ത് പറയാനില്ലാത്ത ഒരു ആവറേജ് പടമാണ്. പക്ഷേ ഇതിങ്ങനെ പോസിറ്റീവ് ഒന്നും അറിയില്ല. അതാണ് പറയുന്നത്, മലയാളത്തിൽ കുറച്ച് നല്ല പടങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പോസിറ്റീവ് തള്ളിമറിക്കും. പിന്നെ അടുത്തിടയ്ക്ക് ഇറങ്ങിയ വൻ ഗുണ്ട് പടങ്ങളെക്കാളും ഒക്കെ അത്യാവശ്യം ഭേദപ്പെട്ടൊരു സിനിമയാണ് ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ച്. അതുകൊണ്ടായിരിക്കാം പോസിറ്റീവ് വന്നത്. ധ്യാൻ്റെ കുറച്ച് കൊള്ളാവുന്ന ഒരു പടം ഇറങ്ങി. കാരണം ആഴ്ച പടം ഇറക്കി അമിട്ട് പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കുന്ന നടനാണ് ധ്യാൻ ശ്രീനിവാസ്. അപ്പം കൂട്ടത്തിലൊരു തലക്കേലില്ലാത്തൊരു പടം വന്നപ്പോഴത്തേന് അത്യാവശ്യം ഒരു പോസിറ്റീവ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് മെയിനായിട്ട് പറയണം, ആ നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരുണ്ട്. ഒരു സ്റ്റേഷന് കംപ്ലീറ്റ് മണ്ടന്മാരായിട്ടൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? പോലീസുകാരുടെ ഒരു സ്റ്റേഷൻ മൊത്തത്തോടെ മണ്ടന്മാരായിട്ടുള്ള പോലീസുകാരുള്ള ഒരു സ്റ്റേഷൻ ഈ നാട്ടിൽ. അപ്പോൾ ആ പോലീസുകാരെ സഹായിക്കാൻ നിൽക്കുന്ന ഒരാളാണ് ധ്യാൻ. അവരെ കൊണ്ട് പറ്റാത്തപ്പോഴാണ് വേറൊരു ടീം വരുന്നത്. അതാണ് സിജു വിൽസനും ടീമും. അപ്പോൾ അവരിങ്ങനെ അന്വേഷിച്ച് വരുവാണ്. അപ്പം നമ്മുടെ മൈൻഡ് തെറ്റിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഈ ഡയറക്ടർ തന്നെ ചെയ്തിച്ചാൽ തോന്നുന്നു, അന്വേഷണം സിജു വിൽസണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുന്ന ഒരു എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലുള്ളൊരു ഫീല്. പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഇതിൻ്റെ സിനിമയുടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. സത്യം പറഞ്ഞാൽ ആവറേജ് പടം. ഒരു എന്താ പറയുന്നത്, കണ്ടാൽ സമയം നഷ്ടമായി എന്ന് തോന്നത്തില്ല, കണ്ടിരിക്കുക ഇങ്ങനെ. പക്ഷേ ജസ്റ്റ് ആവറേജ് സിനിമ. ഈ കിട്ടുന്ന പോസിറ്റീവ് റിപ്പോർട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ആവറേജ് സിനിമ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ശരിയെന്നാൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.